കൊച്ചി നിയോജക മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേവ്യർ ജൂലപ്പൻ പള്ളുരുത്തി അമരാവതി പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളും പൊതുവിപണികളും സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു. അമരാവതിയിൽ നടന്ന പദയാത്രയ്ക്ക് ശേഷം ഫോർട്ട് കൊച്ചി വെളിയിൽ സമാപന സമ്മേളനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും നടത്തി. ബി.ജെ.പി മട്ടാഞ്ചേരി മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് നെഹ്റു യുവകേന്ദ്ര ദേശീയ ഉപാധ്യക്ഷൻ വിഷ്ണുവർദ്ധൻ റെഡ്ഡി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നിയോജക മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സേവ്യർ ജൂലപ്പന്റെ പര്യടനം ആവേശകരമായി പുരോഗമിക്കുകയാണ്. പള്ളുരുത്തി അമരാവതി പ്രദേശങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രം, ശ്രീ വെങ്കടാചലപതി ദേവസ്വം ക്ഷേത്രം, പള്ളുരുത്തി വെളി പൊതുമാർക്കറ്റ്, പൊതു കമ്പോളങ്ങൾ, വീടുകൾ, സെന്റ് അലോഷ്യസ് കോൺവെന്റ് എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. അമരാവതിയിൽ പദയാത്രയും തുടർന്ന് ഫോർട്ട് കൊച്ചുവേളിയിൽ സമാപനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. ശേഷം ബി.ജെ.പി മട്ടാഞ്ചേരി മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നെഹ്റു യുവകേന്ദ്ര ദേശീയ ഉപാധ്യക്ഷൻ വിഷ്ണുവർദ്ധൻ റെഡ്ഡി നിർവഹിച്ചു. First of all, I am very sorry because of last 40 years the Kerala people they are give to vote NDA and LDF and UDF. That's why in Cochin traffic like this only. At least this time public they are given to NDA. 100% we are clear that's traffic. പരിപാടികൾക്ക് അമരാവതിയിൽ ബി.ജെ.പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ടി.പി. സിന്ധുമോൾ, സംസ്ഥാന സമിതി അംഗങ്ങളായ എസ്.ആർ. ബിജു, എസ്. സീതാറാം, നഗരസഭാംഗം അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്, ജില്ലാ സെക്രട്ടറി ശിവകുമാർ കമ്മത്ത്, രഘുറാം ജെപൈ, എസ്.ആർ. സുമത് ബാബു, 2020 കൊച്ചി മണ്ഡലം പ്രസിഡന്റ് ടെനി തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നരേന്ദ്ര മോദിജി നയിക്കുന്ന വികസിത ഭാരതത്തിന്റെ ഒരു പങ്ക് കേരളത്തിന് കൂടി ലഭിക്കണമെന്ന ആവശ്യം ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഇവിടെയുണ്ട്. അതിൻ്റെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ വികസനം വരാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണവും ഇന്ന് ഒത്തിരിയാണ്. അങ്ങനെ ഒരു വികസിത കൊച്ചിക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹത്തിൻ്റെ തുടിപ്പുകൾ ഞാൻ ഈ കടന്നു പോകുന്ന വഴികളിൽ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്, കൊച്ചിയിൽ പാകപ്പെട്ട് കിടക്കുന്ന വയലിലേക്കാണ് നമ്മൾ കൊയ്യാനിറങ്ങിയിട്ടുള്ളത്. പള്ളുരുത്തിയിൽ ബി.ജെ.പി കൊച്ചി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സന്തോഷ് പുളിക്കൽ, സെക്രട്ടറിമാരായ വിപിൻ, അപർണ പി.ആർ., പള്ളുരുത്തി ഏരിയ പ്രസിഡന്റ് മിനി സി.എം., ഏരിയ ജനറൽ സെക്രട്ടറി ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.